എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിശാച് പലതരത്തിൽ മനുഷ്യരെ ഉപദ്രവിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ, ഒത്തിരി ശാരീരികമായി മാനസികമായിട്ടൊക്കെ പിശാച് പലരെയും പല രീതിയിലും ഉപദ്രവിക്കുന്നുണ്ട്. എന്നാൽ എല്ലാം പിശാചിക അല്ലെങ്കിൽ പൈശാചിക പീഡയാണെന്ന് നമ്മളാരും കരുതരുത്. അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പൈശാചികമായ ഉപദ്രവങ്ങൾ എങ്ങനെയൊക്കെയാണ് മനുഷ്യരിലേക്ക് വരുന്നതെന്ന് ഞാൻ റെഫർ ചെയ്തിട്ടുള്ള പുസ്തകങ്ങളുടെയും അതോടൊപ്പം തന്നെ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസുകളുടെയും ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. പിശാച് എങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നത്, സാത്താൻ എങ്ങനെയാണ് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ കുടുംബത്തെയൊക്കെ ഉപദ്രവിക്കുന്നതെന്ന്, അവന് വരുന്ന വഴികൾ ഏതൊക്കെയാണെന്ന് വളരെ ലഘുവായിട്ട് അച്ഛൻ പറഞ്ഞുതരാം. ഒന്നാമത്തേത് ബാഹ്യമായ ശാരീരിക വേദന എന്ന് പറയാം. ഒന്നാമത്തേത് ബാഹ്യമായ ശാരീരിക വേദന, അതായത് വിശുദ്ധർക്ക് ഈ ബാഹ്യമായ ശാരീരിക വേദനകൾ ഉണ്ടാകാറുണ്ട്, പിശാചിക പീഡകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് നമ്മുടെ ജോൺ മരിയ വിയാനി, വിശുദ്ധ ജോൺ മരിയ വിയാനി. അദ്ദേഹത്തിൻ്റെ കട്ടിലിന് തീയിടുക കണ്ടോ, അല്ലെങ്കിൽ പിശാച് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ പരിശ്രമിക്കുക, അല്ലെങ്കിൽ ഫാദർ എന്താണ് പാദ്രി പിയോ, വിശുദ്ധ പാദ്രി പിയോയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് കറുത്ത നായയുടെ രൂപത്തിൽ ഉപദ്രവിച്ചിരുന്നതാണ്. കഴിഞ്ഞ ദിവസം അച്ഛൻ ഷാലോൺ ടി വിയിൽ അതോടൊപ്പം തന്നെ ഗുഡ്നെസ് ചാനലിലൊക്കെ ഉണ്ടായിരുന്നു, സിസ്റ്റർ സെലിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ സെലിൻ്റെ റൂമിലേക്ക് പലപ്പോഴും ഈ സാത്താൻ എന്ത് ചെയ്യുമായിരുന്നു, മരക്കഷ്ണങ്ങൾ, ചാണകം, ചെളിയൊക്കെ വാരി എറിയുമായിരുന്നു. അവൾ ഉപദ്രവിച്ചിരുന്നു എന്നാണ് പറയുക. കണ്ടോ, വിശുദ്ധർക്ക് ഒരു ശാരീരിക ഉപദ്രവങ്ങളുണ്ടാകും, ബാഹ്യമായ വേദനകൾ ദൈവം അനുവദിക്കും. എന്തിനാണെന്നറിയാം, ദൈവം വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ആത്മാവിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് സാത്താനെ ദൈവം അനുവദിക്കും, ആ വിശുദ്ധി അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ആലേലൂയ, 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 ആലേലൂയ. ഇതിനിടയിൽ അച്ഛൻ പറഞ്ഞോട്ടെ, അച്ഛൻ പലപ്പോഴും ഈ യുവജനങ്ങളെയൊക്കെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ, അല്ല മുതിർന്നവരെയൊക്കെ ധ്യാനിപ്പിക്കുന്ന സമയത്ത് അച്ഛൻ ചോദിക്കാറുണ്ട്, സാത്താനുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ നല്ലൊരു ശതമാനം ആളുകളും പറയും സാത്താനുണ്ടച്ചാ, കാരണം വചനത്തിൽ തന്നെ കർത്താവായ ഈശോ മിശിഹാ പറയുന്നുണ്ടല്ലോ സാത്താനുണ്ടെന്ന്. അപ്പോൾ ഇതിനേക്കാളും വലിയ പ്രൂഫ് നമുക്ക് വേണ്ടല്ലോ. സഭയും അത് ശരിവയ്ക്കുന്നുണ്ട്, സഭയും സാത്താനെക്കുറിച്ച് പറയുന്നുണ്ട്. സാത്താന് എന്ന അസ്തിത്വമുണ്ട്, അവനൊരു അരൂപിയാണ്, സ്വർഗത്തിൽ നിന്ന് അഹങ്കാരം കൊണ്ട് നിബന്ധിക്കപ്പെട്ട ഗണമാണ്, മാലാഖമാരിൽ നിന്ന് നിബന്ധിക്കപ്പെട്ടാണ് അവർ സാത്താന്മാരായി രൂപാന്തരപ്പെട്ടെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. അത് സത്യവുമാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും അവൻ്റെ ഒരു അസ്തിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിലേക്ക് പോകാനുള്ള കാരണങ്ങളൊന്നും സാത്താനില്ല എന്ന് ചിന്തിച്ചിട്ടാണ്. അങ്ങനെയല്ല, സാത്താനുണ്ട്, തീർച്ചയായിട്ടും അവനുണ്ട്. നമ്മൾ ഈ ഭൂമിയിലുള്ള തിന്മകളുടെയൊക്കെ പുറകിൽ ഒരു സാത്താനികമായ അദൃശ്യ കരങ്ങൾ ഈ ഭൂമിയിലുണ്ട്. പലരും പഠിച്ച് ഉയർന്നൊക്കെ കഴിയുമ്പോൾ ഇതൊക്കെ ഒരു ഹാലൂസിനേഷൻ അല്ലേ, അതൊക്കെ ഒരു തോന്നലല്ലേ? നോ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, സാത്താനികമായ ഒരു ശക്തി ഈ ഭൂമിയിലുണ്ട് എന്ന് നമ്മളെല്ലാവരും വിശ്വസിച്ചേക്കാം. അപ്പോൾ ഒന്നാമത്തേത് ബാഹ്യമായ ശാരീരിക വേദന. രണ്ടാമത്തേത് ഓപ്പറേഷൻ എന്നാണ് പറയുക, പൈശാചിക പീഡനം. ഈ പൈശാചിക പീഡനത്തിൽ അല്ലെങ്കിൽ ഓപ്പറേഷനിൽ സംഭവിക്കുന്നത് രോഗങ്ങൾ പിശാച് മൂലം കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ഒത്തിരി കേസുകൾ അച്ഛൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഈ കഴിഞ്ഞ മാസം അച്ഛൻ്റെ അടുത്തൊരു പെൺകുട്ടി വന്നത്, ഒരു കൈയും കാലും ഒക്കെ പാരലൈസ്ഡാണ്, ഒരു സൈഡ് മുഴുവനും, ഈ വലത്തെ സൈഡ്. അപ്പോൾ കാണിക്കാത്ത ഡോക്ടറുകളില്ല, ചെയ്യാത്ത ടെസ്റ്റുകളില്ല. എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഒരു രോഗം കണ്ടെത്താൻ പറ്റില്ല സയൻറ്റിഫിക്കലി. പിന്നെയുണ്ട് ഒരു ചേച്ചി വന്നത്, ശരീരം മുഴുവൻ അലർജിയാണ്, ചെയ്യാത്ത മരുന്നുകളില്ല, പോകാത്ത ഡോക്ടർമാരില്ല, എത്ര ടെസ്റ്റ് നടത്തിയാലും എന്താണ് റീസൺ എന്ന് കണ്ടെത്താൻ പറ്റില്ല. ഇതാണ് ചില രോഗങ്ങൾ അങ്ങനെയാണ്. പൈശാചികമായ പീഡകൾ മൂലം രോഗങ്ങൾ വരാം. ഇനി നിങ്ങൾ ആരെങ്കിലുമൊക്കെ ടെസ്റ്റ് നടത്തിയിട്ട് രോഗം തെളിഞ്ഞില്ലെങ്കിൽ പൈശാചിക പീഡയാണെന്ന് വിചാരിക്കരുത്. അച്ഛൻ പറയുകയാണ് അച്ഛൻ്റെ അനുഭവങ്ങളിൽ നിന്ന്, ചില രോഗങ്ങൾ പൈശാചിക പീഡ മൂലം നമുക്ക് വരാം കേട്ടോ. അത് ജോബിൻ്റെ പുസ്തകം നമുക്കറിയാമല്ലോ. ജോബ് പ്രത്യേകിച്ച് പാപമോ കുറ്റമോ കറയൊന്നും ഇല്ലാത്ത മനുഷ്യനാണ്, പക്ഷെ അവന് ശരീരത്തിൽ കുഷ്ഠം വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ജോബ് 19-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവ് എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും മാംസത്തിൽ നിന്നുകൊണ്ട് നിന്നെ ഞാൻ കാണും. ആലേലൂയ, ആലേലൂയ, ആലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം കണ്ടോ. പിന്നെ 2 കൊരിന്തോസ് 12-7 അധ്യായം പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, വെളിപാടുകളുടെ ആധിക്യത്തിൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിലൊരു മുള്ള എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത്
എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ. കണ്ടോ, അതൊരു പൈശാചികമായ പീഡയുണ്ടെന്ന് വീണ്ടും അവിടെ ഉറപ്പിക്കുകയാണ്. പിശാച് രോഗങ്ങളും പീഡകളും വ്യക്തികളിലേക്ക് ഏൽപ്പിക്കാൻ കഴിവുള്ളവനാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തേത് ബാഹ്യമായ വേദന, അത് വിശുദ്ധർക്കുള്ളതാണ്. രണ്ടാമത്തേത് ഒപ്രഷൻ അല്ലെങ്കിൽ പൈശാചിക പീഡനം. പിശാച് മൂലം ലഘുവായ രോഗങ്ങൾ അല്ലെങ്കിൽ പീഡകൾ ഒക്കെ സംഭവിക്കാറുണ്ട് എന്ന് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ചില രോഗങ്ങളൊക്കെ അങ്ങനെയാണ്. ചില രോഗങ്ങൾ എത്ര ട്രീറ്റ് ചെയ്താലും രോഗകാരണം എന്താണെന്നോ രോഗം എന്താണെന്നോ കണ്ടെത്താൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ചില രോഗങ്ങൾ പൈശാചിക പീഡ മൂലമൊക്കെ കടന്നു വരാം. ഇനി നിങ്ങളത് വിശ്വസിക്കുമെന്ന് അച്ഛൻ അറിയത്തില്ല. കൂടോത്രം, മന്ത്രവാദം, ഇതിലൂടെയൊക്കെ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയിലേക്ക് രോഗങ്ങളൊക്കെ ഈ പൈശാചിക സ്വാധീനത്തിലൂടെ രോഗങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പ്രശസ്ത ധ്യാനഗുരുവായിട്ടുള്ള തോമസ് അച്ഛൻ, മൗണ്ടൻ എബോ ധ്യാനകേന്ദ്രത്തിലെ അച്ഛൻ പലപ്പോഴും ഇതിനെക്കുറിച്ച് നമ്മളെ ഉദ്ബോധിപ്പിച്ചിട്ടുള്ളതാണ്. എൻ്റെ ചാത്തൻ സേവയിലൂടെ മന്ത്രവാദത്തിലൂടെയൊക്കെ മറ്റുള്ളവർക്കിലേക്ക് രോഗങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അച്ഛനും ഇത് വളരെ വ്യക്തിപരമായിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ആലേ ലൂയ, ആലേ ലൂയ, ആലേ ലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ഇനി മൂന്നാമത്തേത് ഒബ്സഷൻ, അതായത് പൈശാചിക ഉപദ്രവം. പൈശാചിക ഉപദ്രവം വ്യക്തികളിലേക്ക് കടന്നു വരാം. അതായത് ഇവൻ ചിന്തകളെ ഏറ്റെടുക്കും. ചില വ്യക്തികൾ കണ്ടിട്ടില്ലേ, വല്ലാതെ സൂയിസൈഡൽ ടെൻഡൻസീസ്, വല്ലാതെ എന്താണ് ഒരു ചിന്ത പോലെ ഒരു ഫ്രീഡം ഇല്ല വ്യക്തിക്ക്. ചിന്തകൾ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും ചിന്തകൾ. ജീവിതം മടുത്ത അവസ്ഥകൾ, യുക്തിരഹിതമായ ചിന്തകൾ, തുടർച്ചയും അല്ലാത്തതുമായ ദുഷ്ചിന്തകൾ. വ്യക്തി നിരന്തരമായ വിഷാദത്തിലും നിരാശയിലും ആത്മഹത്യാ പ്രവണതയിലുമാണ് ജീവിക്കുന്നത്. ഉപദ്രവങ്ങൾ സ്വപ്നങ്ങളെ പോലും സ്വാധീനിക്കുന്നു എന്നാണ് ഫാദർ അമോർത്തോ, നമ്മുടെ റോമിലെ പോപ്പിൻ്റെ എക്സോസിസ്റ്റ് ആയിരുന്ന ഫാദർ അമോർത്തോ പറയുന്നത്. സ്വപ്നങ്ങളെ പോലും അത് ബാധിക്കും. കണ്ടോ, അപ്പോൾ പൈശാചികമായി നമുക്ക് ഒബ്സഷൻ സംഭവിക്കാം. അതുകൊണ്ട് ചിന്തകളെ അവന് ഏറ്റെടുക്കാം, തലയിലൂടെ അവന് പ്രവർത്തിക്കാനായിട്ടൊക്കെ സാധിക്കും. ഇത് ഒരു പൈശാചിക പീഡയുടെ കാര്യം. അതല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ പിശാച് ഏറ്റവും കൂടുതൽ നമ്മുടെ വ്യക്തികളെയൊക്കെ പിടികൂടുന്നത് ബുദ്ധിയുടെ മേഖലകളിൽ തന്നെയാണ്. ചിന്തകളെ ഏറ്റെടുക്കും. നോക്കിയാൽ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളൊക്കെ പെരുകി വരാണ്. തത്വസംഹിതകൾ ഇതൊക്കെ വായിച്ചും കേട്ടും അതിൻ്റെ മുന്നിൽ മണിക്കൂറുകളും ഇരുന്നിരുന്ന് അവസാനം ഇത്തിരി വിശ്വാസം ഉണ്ടാവുള്ളൂ, അതും പോലും നഷ്ടപ്പെട്ടു പോകും. പിശാച് തലയുടെ മേഖലകളിൽ വന്ന് പ്രത്യേകിച്ച് നമ്മുടെ യുവതയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടെന്ന്, നമ്മുടെ യുവത്വത്തൊക്കെ അവൻ്റെ നഖങ്ങൾക്കുള്ളിലാക്കുന്നുണ്ടെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ആലേ ലൂയ, ആലേ ലൂയ, ആലേ ലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പിന്നെ ഒരു കാര്യം വ്യതിരിക്തമായിട്ട് അച്ഛന് പറയാനുള്ളത്, ഈ ഡിപ്രഷനും വിഷാദരോഗമൊന്നും ഈ പിശാച് കാരണം മാത്രം മൂലമാണെന്ന് വിചാരിച്ചേക്കരുത്. സൈക്കോളജിക്കലി ഓൾസോ ഇറ്റ് ഈസ് ഹാപ്പനിങ്. മനഃശാസ്ത്രപരമായിട്ടും ഡിപ്രഷനും വിഷാദവും ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ സംഭവിക്കാം. ഇപ്പോൾ ഒരാൾ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അച്ഛൻ ചോദിക്കും, സൈക്കാട്രിസ്റ്റിനെയൊക്കെ കാണിച്ചിരുന്നോ, ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുക്കണം. നമ്മൾ ഈ ലോകത്തിന് അതിൻ്റെ ചാൻസുകളൊക്കെ കൊടുത്ത് അവസാനം നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ആ ആത്മാവിനെ ഏൽപ്പിക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതും സൈക്കോളജിക്കലായിട്ട് ഇതൊക്കെ സംഭവിക്കാമെന്ന് അച്ഛന് നിങ്ങളോട് അത് വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഏറ്റു പറയാം കേട്ടോ. പിന്നെ അടുത്തത് നാലാമത്തത് പൈശാചിക ആക്രമണം. അതിന് ഇൻഫെസ്റ്റേഷൻ എന്നാ പറയുക. പൈശാചിക ആക്രമണം വീടുകളെയും വസ്തുക്കളെയും മൃഗങ്ങളെയും ഒക്കെ ബാധിക്കും. അതിന് ഈ ഹോണ്ടഡ് ഹൗസുകൾ ഉണ്ടാകും. നമുക്കറിയാമല്ലോ, ചില വസ്തുക്കൾ, ചില ആളുകളൊക്കെ പറഞ്ഞു ഹോണ്ടഡ് ഹൗസുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ഒരു സിനിമാ കഥ പോലെയല്ല, ശരിക്കും ഒരു വീട്ടിൽ ഇങ്ങനെ വല്ലാതെ പൈശാചികമായിട്ടുള്ള ആവാസം ഉണ്ടായിരുന്ന വീടുകളായിരുന്നെങ്കിൽ, അതായത് ഈ കൂടോത്ര മന്ത്രവാദ ആഭിചാര ക്രിയകൾ ഒക്കെ നടന്നിട്ടുള്ളൊരു വീടാണെങ്കിൽ അവന് ശരിക്കും അതൊരു കുടിയെടുപ്പ് അവകാശം പോലെ കിട്ടിയ വീടാണ്. അവിടെ തീർച്ചയായിട്ടും അവൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് കേട്ടോ. അതായത് ഒരു വസ്തുവിലോ ഒരു വ്യക്തിയിലോ ഒക്കെ ഒരു ആത്മാവ്, ഒരു സാത്താൻ കയറിയിരുന്നില്ല എങ്കിൽ സാത്താൻ ഹി വിൽ ബി ഇൻ എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയിലായിരിക്കും. മനസ്സിലായോ? അപ്പോൾ സാത്താൻ നമ്മളിലേക്ക് കടന്നു വരാതിരിക്കാനും എല്ലാ വഴികളും നമ്മൾ അടച്ചേക്കണം, വാതിലുകളും നമ്മൾ അടച്ചേക്കണം. പാപം ആണ് ഏറ്റവും വലിയ വഴി. പിന്നെ വിഗ്രഹാരാധനകളൊക്കെ നമ്മൾ ചെയ്ത് കൂട്ടുവാണെങ്കിൽ അവൻ നമ്മുടെ കൂടെ വന്ന് കയറും കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് നമ്മളായിട്ട് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഈ പൈശാചിക ആക്രമണങ്ങൾക്ക് ഇൻഫെസ്റ്റേഷൻസിനൊന്നും വിധേയരാക്കാനായിട്ട് മുതിരരുത്, അല്ലെങ്കിൽ വഴിയൊരുക്കി കൊടുക്കരുത്. ആലേ ലൂയ, ആലേ ലൂയ, ആലേ ലൂയ. പിന്നെ അടിമ വെക്കൽ, അതിന് സബ്ജുഗേഷൻ എന്നാണ് പറയുക. അതായത് ഞാൻ മനഃപൂർവ്വം സ്വമനസ്സ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഞാൻ പോയി ഒരു സെക്റ്റിലെ അംഗമാകുന്നു, ബ്ലാക്ക് മാസ് അല്ലെങ്കിൽ കൂടോത്ര മന്ത്രവാദം, ചാത്തൻ സേവ, ഇതൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ട് പോയി ചെയ്യാണ്. അപ്പോൾ അതിലൂടെ ഞാൻ അവനെ ഇൻവൈറ്റ് ചെയ്യുകയാണല്ലോ. ഇതിനാണ് പറയുന്നത് എന്ത്, അടിമവെക്കൽ, സബ്ജഗേഷൻ, സാത്താൻ ആരാധനയൊക്കെ അതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അത് പിശാചിന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആത്മാവിലൊക്കെ കുടിയെടുപ്പവകാശം കൊടുക്കുന്ന കാര്യമാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോയി കുടുങ്ങരുത് കേട്ടോ. എന്ത് രോഗം വന്നാലും, എന്ത് വിഷമം വന്നാലും, എന്ത് സങ്കടം വന്നാലും കർത്താവിനോട് പറയാം, കർത്താവ് ഞാൻ മരിക്കേണ്ടി വന്നാലും അങ്ങേ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോകത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അത് കർത്താവിന് വിട്ടിട്ട് എവിടെയും നമ്മളെ പോയേക്കരുത്. ഇനി അവസാനത്തെ സ്റ്റേജാണ് പൈശാചിക ബാധ, അതല്ലെങ്കിൽ പൊസഷൻ. ശരീരത്തിൻ്റെ പൂർണ്ണ ഉടമസ്ഥ അവകാശം സാത്താൻ ഏറ്റെടുക്കും. വ്യക്തിയുടെ അറിവോ സമ്മതവും കൂടാതെ പിശാച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മറുഭാഷയിലുള്ള സംസാരം, പിന്നെ പല ഭാഷകൾ സംസാരിക്കും. പൈശാചിക ബാധയുള്ള വ്യക്തി പല ഭാഷകൾ സംസാരിക്കും. പിന്നെ ഒരു 5 വയസ്സുള്ള കൊച്ചാണെങ്കിലും ഒരു 5 പേര് പിടിച്ചാൽ നിൽക്കില്ല, ഭയങ്കര പവർഫുള്ളായിരിക്കും. രണ്ടാമത്തെ ഒരു സിംറ്റമാണ്. പിന്നെ ഈ ആരാധനാ കാര്യങ്ങളോട്, ബൈബിള്, ജപമാല, കുരിശ്, ഇതിനോടൊക്കെ അവജ്ഞയും പ്രാർത്ഥനയോട് വെറുപ്പുമായിരിക്കും. ദേവാലയത്തിലൊന്നും കയറി പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പം അങ്ങനെ ദൈവികമായ കാര്യങ്ങളോട് വെറുപ്പുണ്ടാവും. പിന്നെ സമയവും സ്ഥലമൊന്നും ഉണ്ടാവില്ല. ടൈമും സ്പേസും ഈ പൈശാചിക ബാധയുള്ള വ്യക്തികൾക്ക്, അതായത് ഇവിടെ എന്ത് നടക്കുന്നു, ഇപ്പോൾ അമേരിക്കയിൽ എന്ത് നടക്കുന്നു എന്ന് കേരളത്തിൽ നിൽക്കുന്ന ആൾക്ക് പറയാൻ പറ്റും. ടൈമും സ്പേസും ഇല്ല. ആത്മാവ് ഇങ്ങനെ യാത്ര ചെയ്തൊക്കെ വരാനായിട്ടൊക്കെ സാധിക്കും. അതാണ് അവസാനത്തെ സ്റ്റേജാണ് ഈ പൊസഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അവൻ വരുന്ന വഴികൾ. അച്ഛൻ നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു തന്നതാണ്. പിന്നെ 3 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. സാത്താൻ വരുന്ന 3 വഴികൾ. ഒന്നാമത്തേത് ഉണങ്ങാത്ത മുറിവുകൾ. കുഞ്ഞുനാളം മുതൽ നമ്മുടെ ആത്മാവിലുള്ള ആന്തരികമായ മുറിവുകളിൽ സാത്താന് വന്നിരിക്കാവുന്നതാണ്. രണ്ടാമത്തേത് അനുതപിക്കാത്ത പാപം. കുമ്പസാരക്കൂട്ടിൽ ഒരിക്കലും പറയാത്ത നീചമായ ചിലപ്പോൾ പാപങ്ങളായിരിക്കാം, വലിയ ഗൗരവകരമായിട്ടുള്ള പാപങ്ങളായിരിക്കാം. അത് കുമ്പസാരക്കൂട്ടിൽ പറയണം. അതാണ് അനുതപിക്കാത്ത, കുമ്പസാരക്കൂട്ടിൽ അനുതാപത്തോടു കൂടെ പറയാത്ത പാപങ്ങൾ. പിന്നെ മൂന്നാമത്തേത് അടിമവയ്ക്കലാണ്. സാത്താനെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നതാണ്. കൂടോത്ര മന്ത്രവാദ, ചാത്തൻ സേവ തുടങ്ങിയ സാത്താനിക ആരാധന തുടങ്ങിയ പൈശാചികമായ പ്രക്രിയകൾക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾക്ക് നമ്മൾ ഒരിക്കലും അടിമപ്പെട്ടു പോകരുത്.